സ്വതവേ തിരക്കേറിയ ആലപ്പുഴ തണ്ണീർമുക്കം റോഡിൽ മുഹമ്മ കായ്പുറം കവല എത്തിയാൽ കാഴ്ചകൾ പൊടുന്നനെ മാറിമറിയുകയാണ്. ആലപ്പുഴ ജില്ലയുടെ മുഖമുദ്രയായി പരന്നു നീളുന്ന നെൽപ്പാടങ്ങൾ താണ്ടി കായ്പുറത്തെത്തിയാൽ കവലയ്ക്ക് സമീപം പ്രകൃതിയുടെ ഒരു ശ്രീകോവിൽ തന്നെ നമുക്ക് കാണാം. അത് തുറക്കുന്നത് ഒരു നിബിഡ വനത്തിൻ്റെ കുളിർമയിലേക്കാണ്. കായ്കനികൾ വിളഞ്ഞു നിറയുന്ന ഈ വനത്തിൻ്റെ സൃഷ്ടാവും അധിപനുമെല്ലാം ഒരു 78-കാരനാണ്. കായ്പുറം കവലയ്ക്ക് സമീപത്ത് ശ്രീകോവിൽ എന്ന സ്വന്തം വീട്ടിൽ മരം നട്ട് വളർത്തി വനഭൂമിയുണ്ടാക്കി അതിൻ്റെ നടുവിലാണ് പരിസ്ഥിതി പ്രവർത്തകനും ജൈവ കൃഷി പ്രചാരകനുമായ KV ദയാലിൻ്റെ താമസം. 4 നൂറ്റാണ്ടിലേറെ നീണ്ട ഗവേഷണത്തിലൂടെയാണ് 1.5 ഏക്കർ പുരയിടം വനഭൂമിയാക്കി മാറ്റിയത്. 1 ഏക്കർ സ്വാഭാവിക വനവും 1/2 ഏക്കർ ഭക്ഷണം വിളയുന്ന കാടുമാണ്. വിദേശികളായ അവക്കാഡോ, ദുരിയാൻ, മാംഗോസ്റ്റിൻ മുതൽ നാടൻ മത്തിപ്പുളി വരെ ഉള്ള 250 ഇനം മരങ്ങളുണ്ട് ഇവിടെ. കാട്ടിലെ പഴങ്ങൾ കഴിക്കണമെങ്കിൽ അതും കിട്ടും. പടർന്നേറിയ വള്ളിച്ചെടികൾ, അതിൽ ഊഞ്ഞാലാടുന്ന പക്ഷികൾ, ആർത്തു വളരുന്ന പാഷൻ ഫ്രൂട്ട്, റംബുട്ടാൻ അടക്കമുള്ള ഫലവൃക്ഷങ്ങൾ, കുന്നും കുളവും ഒത്തുചേരുന്ന കാടിൻ്റെ നിശബ്ദത, ശബ്ദങ്ങളും വെള്ളവും ഓക്സിജനും തണലും തണുപ്പും തിരിച്ചു പിടിക്കാൻ കഴിയുന്ന കാട്ടിന് പറയാൻ അങ്ങനെ കഥകൾ ഏറെയുണ്ട്. ഒറ്റനോട്ടിൽ ഭ്രാന്താണെന്ന് തോന്നുന്ന ആശയം വീട്ടുമുറ്റത്ത് സാധ്യമാക്കാൻ പറ്റില്ലെന്നാണ് ആദ്യം വിചാരിച്ചത്. വരും തലമുറയ്ക്ക് വേണ്ടി പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന തോന്നലാണ് ഇതിൻ്റെ പ്രചോദനമായത് എന്ന് അദ്ദേഹം പറയുകയാണ്. ഇതിനായി കേരളത്തിലെ കാടുകളിൽ ദിവസങ്ങളോളം താമസിച്ചു കാര്യങ്ങൾ മനസ്സിലാക്കി. പ്രകൃതി ചെയ്യുന്നതെല്ലാം മനുഷ്യന് ചെയ്യാൻ പറ്റുമെന്ന് പഠനത്തിലൂടെ കണ്ടെത്തി. തുടക്കത്തിൽ എന്താണെന്ന് മനസ്സിലാകാതെ ആളുകൾ കളിയാക്കുമായിരുന്നു. ഇതെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് കൃഷി ചെയ്തുകൂടെ എന്നായിരുന്നു അവരുടെ പരിഹാസം. കാടായി മാറിയപ്പോഴാണ് പലരുടെയും സംശയങ്ങൾ തീർന്നത്. കാട്ടിലെ പഞ്ചാര മണലിന്റെ നിറം കറുപ്പാണ്. കാട്ടിലെ ഇലകളും ചില്ലുകളും വീണ് ഫലഭൂയിഷ്ടമാണ് ഇവിടം. വർഷങ്ങളായി പറമ്പ് കിളക്കാറില്ല. മണ്ണിന്റെ തനതായ സ്വഭാവം നിലനിർത്തുകയാണ് ഇവിടെ. ഒരു പ്രകൃതിദത്ത വനത്തിൽ എന്തുണ്ടോ അതെല്ലാം ഇവിടെയുമുണ്ട്. മണ്ണിന്റെ ജീവൻ തിരിച്ചറിഞ്ഞ് കാലാവസ്ഥ തിരിച്ചുപിടിച്ച് ജലസംരക്ഷണം നടത്തി ജൈവ വൈവിധ്യം സംരക്ഷിച്ച് എങ്ങനെ ജീവിക്കാമെന്ന് 1.5 ഏക്കർ പുരയിടത്തെ ഒരു പാഠശാലയാക്കിയാണ് ദയാലിൻ്റെ ഈ ഒരു പഠനം. ഇടുക്കിയും വയനാടും പ്രകൃതിയിൽ തന്നെ രൂപപ്പെടുത്തുന്ന സ്വാഭാവികമായ കോടമഞ്ഞ് സ്വന്തം വനഭൂമിയിലേക്ക് എത്തിക്കാനുള്ള പരീക്ഷണത്തിലാണ് അദ്ദേഹം ഇപ്പോൾ. കായ്പുറത്തെ പഞ്ചാരമണലിൽ തെങ്ങ് കൃഷി ചെയ്യാനുള്ള ശ്രമത്തിൽ ചുവട് തെറ്റിയാണ് ദയാലിൻ്റെ പഠനം തുടങ്ങുന്നത് തന്നെ. MCOM പഠനകാലത്ത് കുടുംബപരമായി നടത്തിയ കയർ ബിസിനസ്സിലേക്ക് തിരിഞ്ഞു. പിന്നീട് കയർ കയറ്റുമതിയിൽ മുന്നേറുമ്പോൾ തന്നെ വീട്ടിനോട് ചേർന്ന് 1.5 ഏക്കറിൽ 82 തെങ്ങിൻ തൈകൾ നട്ടു അദ്ദേഹം. പഞ്ചാരമണലിൽ കൃഷി വേരോടിയില്ല. പിടിച്ചു കിട്ടാൻ ആധുനിക കൃഷിരീതി പറയുന്ന എല്ലാ വളപ്രയോഗങ്ങളും കീടനാശിനികളും എല്ലാം പ്രയോഗിച്ചു. 6 വർഷം ശ്രമിച്ചിട്ടും തെങ്ങ് പച്ചപിടിച്ചില്ല. ഇതിന്റെ കാരണം തേടിയുള്ള അന്വേഷണമാണ് ജൈവ കൃഷിയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത്. തെങ്ങിന്റെ നാശത്തെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് കാടും കൃഷിയും തമ്മിൽ ബന്ധം എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായത്. കൃഷിക്ക് ഒട്ടും അനുയോജ്യമല്ലാത്ത മേഖലയാണ് ഇതെന്ന തിരിച്ചറിവ് കൂടിയതിനാൽ പിന്നീട് 25 വർഷത്തോളം അദ്ദേഹം ഈ കൃഷിഭൂമി മറ്റൊരു രീതിയിലേക്ക് മാറ്റാൻ അദ്ദേഹം തയ്യാറായി. അവിടെ വീട്ടിലെ 2 ഏക്കർ പറമ്പിൽ 1.5 ഏക്കറും വനമാക്കി മാറ്റുകയായിരുന്നു. അതിൽ തന്നെ 1/2 ഏക്കർ ഫലവൃക്ഷങ്ങളാൽ നിറഞ്ഞു. തുടക്കത്തിൽ 3 നേരം നനച്ചായിരുന്നു ഈ പരിപാലനങ്ങളൊക്കെയും. ഇതിനായി 2 കുളം അദ്ദേഹം സ്വന്തമായി നിർമ്മിച്ചു. ചുറ്റും മരങ്ങൾ നിറച്ചതോടെ പ്രകൃതിയുടെ നിറക്കൂട്ട് വീട്ടുമുറ്റത്ത് എത്തി. ഇത് കോട്ടയം MG സർവകലാശാല പാഠ്യവിഷയമാക്കി എന്നതാണ് മറ്റൊരു ചരിത്രം. കൃഷിയോട് താല്പര്യമുള്ളവർക്കായി മുന്ന് കോഴ്സുകളും യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഇൻസ്റ്റിറ്റ്യൂഷനും തുടങ്ങുകയുണ്ടായി. കോഴ്സ് പഠിച്ചിറങ്ങിയവർക്ക് കാലാവസ്ഥ എങ്ങനെ തിരിച്ചു പിടിക്കാമെന്നും ലോകത്ത് പട്ടിണി കിടക്കാതെ ജീവിക്കാൻ കഴിയുമെന്നുള്ള തിരിച്ചറിവാണ് ഇതിലൂടെ അദ്ദേഹത്തിന് സമ്മാനിച്ചത്. ദയാൽ കോട്ടയം MG യൂണിവേഴ്സിറ്റിയിലെ ഓർഗാനിക് ഫാമിംഗ് സർട്ടിഫിക്കറ്റ് കോഴ്സ്, ഡിപ്ലോമ കോഴ്സ്, ആർട്ട് ഓഫ് ഹാപ്പിനെസ് എന്നീ കോഴ്സുകളുടെ കോർഡിനേറ്ററായും അധ്യാപകനായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഭാര്യ KP ജയ്ത, മക്കൾ അനിൽ ദയാൽ, കണ്ണൻ ദയാൽ, പുത്തനങ്ങാടി കയർ പ്രോഡക്റ്റ് ഫാക്ടറിയിൽ അദ്ദേഹം ജോലി ചെയ്യുകയാണ്.
കാട്ടിനൊരു മാതൃകയുണ്ട്. ഏറ്റവും മുകളിൽ വളർന്നു നിൽക്കേണ്ടത് ഒരു വൻമരം തന്നെയാണ്. അതിന് താഴെ മറ്റൊന്ന്, ഏറ്റവും താഴെ കുറ്റിച്ചെടികൾ. അതായത് ഓരോ ചെടിക്കും ആഹാരം പാകം ചെയ്യാനുള്ള വെളിച്ചം സൂര്യൻ നേരിട്ട് പതിപ്പിക്കുകയാണ് ഇവിടെ. എന്തിനാണ് പുരയിടത്തെ കാടാക്കി മാറ്റിയത് എന്ന ചോദ്യത്തിന് ഒറ്റ വാക്കിൽ ദയാലിൽ നിന്ന് ഉത്തരം ലഭിക്കും. അത് സൂര്യപ്രകാശത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. മണ്ണിലെത്തുന്ന സൂര്യപ്രകാശമാണ് മണ്ണിന്റെ ജീവൻ എന്ന് പറയുന്നത്. പച്ചപ്പിലേക്ക് സൂര്യപ്രകാശം വീഴുമ്പോൾ മാത്രമാണ് അത് ദ്രവ്യമായി മാറുന്നത്. ചെടികൾ ചത്ത് മണ്ണിൽ ചേരുമ്പോൾ അവയിൽ സംഭരിക്കപ്പെടുന്ന ഈ ദ്രവ്യങ്ങൾ മണ്ണിലേക്ക് ചേർന്ന് മണ്ണിലുള്ള വളമായി മാറുകയാണ്. ദയാലിന്റെ കാട്ടിലേക്ക് പതിക്കുന്ന ഈ സൂര്യപ്രകാശം പോലും പാഴായി പോകുന്നില്ല എന്നതാണ് സത്യം. സൗരോർജ്ജം ശേഖരിച്ച് കൃഷിക്ക് ഇന്ധനമാക്കുന്ന ഒരിടം കൂടിയാണ് ഇത്. പഞ്ചസാര പോലെ വെളുത്ത പുല്ലുപോലുമില്ലാത്ത ഭൂമിയായിരുന്നു ഇത്. ഇവിടെ കാട് വളർത്തിയെടുത്തതിന് പിന്നിലും ഒരു ശാസ്ത്രമുണ്ട്. അതാണ് കോട്ടയം MG യൂണിവേഴ്സിറ്റിയിൽ പഠിതാക്കളായി എത്തുന്നവർക്ക് പകർന്നു കൊടുക്കാനുള്ളത്. യഥാർത്ഥ പ്രകൃതി വിഭവം സൂര്യപ്രകാശമാണ്. അതാണ് ശരിക്കും ഭൂമിയുടെ മൂലധനം എന്ന് പറയുന്നത്. ഇത് പിടിച്ചെടുക്കാൻ സസ്യജാലങ്ങൾക്ക് മാത്രമേ കഴിയൂ. സസ്യജാലങ്ങളെ ഉപയോഗിച്ച് സൂര്യപ്രകാശം ശേഖരിച്ച് ഈ മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് ഈ രീതി. അപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന പരീക്ഷണത്തിന്റെ വിജയം കൂടിയാണ് സ്വാഭാവികമായ ഈ കാടിന്റെ രൂപപ്പെടൽ എന്ന് നമുക്ക് കാണാം. പ്രകൃതിയിലെ സകല ജീവജാലങ്ങൾക്കും ചേക്കേറാനുള്ള സ്വാതന്ത്ര്യം ഈ കാട്ടിലുണ്ട്. ഉള്ളിലായി കാവല് പോലുള്ള ഒരു മരമുണ്ട്, അല്ലെങ്കിൽ ഒരു സ്ഥലമുണ്ട്. ഒരു കുന്നും അതിന് താഴെയായി വലിയൊരു കുളവുമുണ്ട്. കുളത്തിലെ ജലം സംരക്ഷിച്ചാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത്. വീട്ടുമുറ്റത്ത് വനഭൂമി ഉണ്ടാക്കിയ ജീവിത പാഠത്തിൽ നിന്ന് മരുഭൂമിയെയും കാടാക്കി മാറ്റാനുള്ള വിദ്യ ദയാലിന്റെ കൈകളിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. സാമ്പത്തികമാണ് അതിന് പ്രധാന തടസ്സം. ആരെങ്കിലും സന്നദ്ധമായി വന്നാൽ ഇത്രയും കാലതാമസമില്ലാതെ ഗൾഫ് മേഖലകളിലെ മരുഭൂമിയിൽ പച്ചത്തുരുത്തുകൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുകയാണ്. 2016 ദുബായ് സന്ദർശിച്ച് ഇതിനാവശ്യമായ പഠനങ്ങൾ നടത്തിയിരുന്നു അദ്ദേഹം. അവിടുത്തെ ഭൂമി പച്ചപ്പാക്കി മാറ്റാൻ റാസൽ ഖൈമ മുതൽ അലൈൻ വരെയുള്ള സ്ഥലങ്ങളിലൂടെ യാത്ര നടത്തിയിരുന്നു. മരുഭൂമിയിൽ വളരുന്ന ചെടികൾ കണ്ടെത്തുകയായിരുന്നു ലക്ഷ്യം. മാലിന്യം വളമാക്കി ഈ ചെടികളിലൂടെ ഏത് മരുഭൂമിയിലും കേരളത്തിലേതുപോലെ തന്നെ കാടുകൾ രൂപപ്പെടുത്താൻ കഴിയുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. വലിയ സാധ്യതയുള്ള ഈ പദ്ധതികളിലൂടെ വലിയ ജോലി സാധ്യതയും തെളിയുകയാണ്. 5 വർഷത്തിനുള്ളിൽ പ്രകൃതിദത്ത വനമുണ്ടാക്കാൻ കഴിയുമെന്നാണ് ദയാലിന്റെ വിലയിരുത്തൽ. ഏത് ഉണക്കിനെയും അതിൻ്റെ ജീവിക്കാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് മാതളങ്ങളാക്കി മാറ്റാൻ കഴിയുന്നു. മാതളം, നെല്ലി, മുരിങ്ങ, പേര തുടങ്ങിയവ ഈ മരുഭൂമിയിൽ വളർന്ന് പന്തലിച്ചിരിക്കുകയാണ്. ഇതിലൂടെ പച്ചിലയുടെ എണ്ണം കൂട്ടി താപനില കുറച്ചാണ് വനഭൂമി ഉണ്ടാക്കുന്നത് തന്നെ.